ഹലോ. അപ്പോൾ ഞാനിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് പ്രിപ്പയർ ചെയ്തത്. ഞാൻ ഇന്നൊരു എഗ് റൈസും അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചിക്കൻ ഗ്രേവിയാണ് സെറ്റാക്കിയത്. അതിന് വേണ്ടി ഞാൻ ബസ്മതി റൈസ് ഒരു 10 മിനിറ്റ് മുൻപ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് ഒരു മുക്കാൽ വേവിൽ വേവിച്ചുറ്റി. വേവിക്കുന്ന ടൈമിൽ ഞാൻ നമ്മുടെ ഏലക്കായ, പട്ട, ഗ്രാമ്പു, ബേ ലീഫ് ഒക്കെ ഇട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ നല്ല ഒരു ഫ്ലേവറുള്ള ഒരു റൈസാണ് കിട്ടിയത്. പിന്നെ അതിന് വേണ്ടിയിട്ട് റൈസിന് വേണ്ടി തന്നെ സവോള, തക്കാളി, പച്ചമുളക്, ഗാർലിക് ചോപ്പ് ചെയ്തത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചത്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി, സവാളിൻ്റെ കൂടെ പച്ചമുളക് ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. കാരണം സവാള നല്ലോണം വഴറ്റി വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് കടിക്കാൻ കിട്ടുന്ന പരുവത്തിലാവണം. എന്നിട്ട് അതിന് ശേഷം ഞാൻ തക്കാളി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചു. കാരണം തക്കാളി ജസ്റ്റ് ഒന്ന് വെന്ത് വരണം കേട്ടോ. ആ ടൈമിൽ ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ സെറ്റാക്കി. അതിന് കറിക്ക് വേണ്ടി സവോള, തക്കാളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇത്രയും ചേർത്ത് ഒരു തുള്ളി വെള്ളവും ഒഴിച്ച് ഞാൻ നല്ലോണം കൈവച്ച് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടാ. അപ്പോൾ ചിക്കൻ ഇട്ടില്ല, ജസ്റ്റ് മസാല ഒന്ന് വെന്ത് വരണ വരെ ചിക്കൻ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ അപ്പോഴത്തേക്ക് തന്നെ തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ടാ, ചോറിന് വേണ്ടിയിട്ടുള്ള ഇതിലേക്ക് കേട്ടോ. അങ്ങനെ മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം ഒത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം മുട്ട. അതിനുശേഷം നമ്മുടെ റൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ടൈമിൽ നല്ല ഒരു സ്മെല്ല് വരെ, കാരണം ഓൾറെഡി നല്ല ഫ്ലേവറുള്ള റൈസാണ്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് അത് ജസ്റ്റ് നാവിഗേറ്റ് എടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള റൈസ് ഇവിടെ റെഡിയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ കറിയുടെ മസാലയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കനും അതിലേക്കിട്ട് മൂടി വെച്ച് ചെറു തീയിൽ വേവിച്ചെടുത്തിട്ട് വെള്ളം തീരെ ഒഴിച്ചില്ല. ആ ചിക്കനിൽ നിന്ന് വെള്ളം കൊണ്ട് തന്നെ അത്യാവശ്യത്തിനുള്ളൊരു ഗ്രേവി കറിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ കറിയും റെഡിയായി, ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടപ്പെട്ട ആൾ വയറ് നിറച്ച് കഴിച്ചിട്ടാ. നമുക്കൊരാളുടെ മനസ്സിലേക്ക് കയറി പറ്റണമെങ്കിൽ അവരുടെ ഭക്ഷണത്തിലൂടെ സാധിക്കും എന്നാണ് വളരെ സത്യമായിട്ടുള്ള കാര്യം. കാരണം ഞാൻ +1 +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് NSSൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ 2 ചേച്ചിമാരുണ്ടായിരുന്നു, സത്യഭാമ ചേച്ചി, ദേവയാനി ചേച്ചി. അവർ വെച്ച് തരുന്ന ഫുഡ് എൻ്റെ റബ്ബി ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ നാവിൽ നിന്നും പോയിട്ടില്ല കേട്ടോ. അത്രയും ടേസ്റ്റുള്ള, അതിൽ എസ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുണ്ടാക്കുന്ന ഉപ്പുമാവായിരുന്നു കേട്ടോ, ദേവയാനി ചേച്ചി ഉണ്ടാക്കുന്ന ഉപ്പുമാവ്. അപ്പോൾ ഇന്നും അവിടെ മുഖം എൻ്റെ മനസ്സിൽ ഇങ്ങനെ മുഖവും ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് വർഷങ്ങൾക്കിപ്പുറവും. അത് അവരുടെ കൈപ്പുണ്യം അല്ലെങ്കിൽ ആ സ്വാദുള്ള ആ ഫുഡിൻ്റെ ഒരു കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ ഉച്ചഭക്ഷണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും.